ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്നൊരു ദുഃഖകരമായ കാര്യമാണ് പറയാൻ പോകുന്നത്. നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ഞങ്ങളുടെ ഈ ഒരു വലിയ ആഞ്ഞിലി ഇതിന് 10-75 വർഷം പഴക്കമുണ്ട്. ഈ ആഞ്ഞിലി വീടിൻ്റെ ഈ മുന്നിലാണ് നിൽക്കുന്നത്. ഈ ആഞ്ഞിലി ഇന്ന് മുറിക്കാൻ പോവുക. എന്താ കാര്യമെന്ന് വെച്ചാൽ, ഈ ആഞ്ഞിലിക്ക് ഭയങ്കര പൊക്കം. അപ്പം ഈ ആഞ്ഞിലിയുടെ കായുണ്ട്, ആഞ്ഞിലിച്ചക്ക. അപ്പോൾ അത് വീണിട്ട് നമ്മുടെ ഈ ഫ്രണ്ട് മൊത്തം അങ്ങ്, ഈ മഴക്കാലമൊക്കെ ആകുന്ന സമയത്ത് ഫ്രണ്ട് മൊത്തം അങ്ങ് ആഞ്ഞിലിച്ചക്ക വീണ് മുറ്റമൊക്കെ വൃത്തികേടാവും. വണ്ടിയുടെ മണ്ടയ്ക്ക് പോകും, ആഞ്ഞിലിച്ചക്ക വീഴും വണ്ടിയുടെ മണ്ടയ്ക്ക്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്രയും വർഷം നിന്നൊരു ആഞ്ഞിലിയാണിത്. പക്ഷെ നമുക്കിപ്പോൾ ഇത് വെട്ടാതെ വേറൊരു നിർവാഹമില്ല. നമ്മുടെ വീടിൻ്റെ ഈ ഫ്രണ്ട് സൈഡിൽ നമ്മളിങ്ങനെ വണ്ടി ഇറക്കുമ്പോഴൊക്കെ അതിൻ്റെ ആഞ്ഞിലിയുടെ വേര് കണ്ടോ, അത് കാറയെല്ലാം ഇങ്ങനെ കയറും. അപ്പം നമ്മൾ അങ്ങനെ വെട്ടണമെന്ന് വിചാരിച്ചതുമല്ല, പക്ഷെ നമുക്ക് ഒട്ടും പറ്റുന്നില്ല ഇത് വെട്ടാണ്. അതിൻ്റെ കൊമ്പൊക്കെ ആണെങ്കിലും ചിലപ്പോൾ ഒടിഞ്ഞാൽ വീടിൻ്റെ മണ്ടയ്ക്കും അവിടെ എവിടെയൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് ഇത് വെട്ടിയിട്ട് വേറൊരു ചെറിയ മരം ഇതിൻ്റെ സൈഡിൽ തൈ നടണമെന്നാണ് നമ്മൾ നോക്കിച്ചപ്പോൾ കണ്ടത്. മണ്ണാർശാല അമ്പലത്തിൽ പോയി നമ്മളത് നോക്കിച്ചായിരുന്നു. കാരണം മരങ്ങളെന്നൊക്കെ പറഞ്ഞാൽ നമുക്കങ്ങനെ പെട്ടെന്ന് വെട്ടിക്കളയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. നമ്മൾ ഒരുപാട് നമ്മുടെ മണ്ണൊലിപ്പ് തടയാനും ഒരുപാട് നമ്മുടെ പ്രകൃതിക്കുമൊക്കെ വേണ്ടി സഹായിക്കുന്ന ഒന്നാണല്ലോ. പക്ഷേ വേറെ ഒരു നിർവാഹവും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിത് വെട്ടുന്നത്. വേറെയും കുറേ ആഞ്ഞിലി അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട്, അതൊന്നും വെട്ടുന്നില്ല. ഇത് പക്ഷെ നമുക്ക് നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് വെട്ടുന്നു. അങ്ങോട്ട് നോക്കണം. Berkan.